പാലക്കാട്. പാലക്കാട് ജില്ല നിലവിൽ വന്നത് 1957 ജനുവരി 1-നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന പദവി മുൻപ് പാലക്കാടിനായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ഇടുക്കിക്കാണ്. 2006-ലായിരുന്നു ഏറ്റവും വലിയ ജില്ല എന്ന പദവി പാലക്കാടിന് ലഭിച്ചത്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയ്ക്ക് കടൽ തീരമില്ല. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട്. നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാടാണ്. ഇന്ത്യയിലെ ആദ്യ വിവരസാങ്കേതിക വിദ്യാഭ്യാസ ജില്ല പാലക്കാടാണ്. ഏറ്റവും ചൂട് കൂടിയ ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ പരസ്യ ജില്ല പാലക്കാടാണ്. ഏറ്റവും സാക്ഷരത കുറഞ്ഞ ഗ്രാമമാണ് പടവയൽ. കൂടുതൽ പട്ടികജാതിക്കാരുള്ള ജില്ലയാണ് പാലക്കാട്. ഏറ്റവും കൂടുതൽ കാർഷിക തൊഴിലാളികളുള്ള ജില്ല പാലക്കാടാണ്. കേരളത്തിലെ ആദ്യ ലേബർ ബാങ്കാണ് അകത്തേത്തറ, പാലക്കാട്. എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുള്ള ജില്ലയാണ് പാലക്കാട്. നിലക്കടലയും പരുത്തിയും ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ല പാലക്കാടാണ്. അപ്പോൾ പാലക്കാട് ജില്ല നിലവിൽ വന്നത് 1957 ജനുവരി 1-നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന പദവി മുൻപ് പാലക്കാടിനായിരുന്നു, ഇപ്പം ഇടുക്കിക്കാണ്. അതുപോലെ 2006-ലാണ് ഏറ്റവും വലിയ ജില്ല എന്ന പദവി പാലക്കാടിന് ലഭിച്ചത്. അതുപോലെ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയ്ക്ക് കടൽ തീരമില്ല. അപ്പം പാലക്കാടിലൂടെ നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോവാം, കോയമ്പത്തൂരേക്ക് പോവാം. അപ്പോൾ അവിടെ നമുക്ക് പാലക്കാടിന് കടൽ തീരമില്ല. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട്. നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാടാണ്. ഇന്ത്യയിലെ ആദ്യ വിവരസാങ്കേതിക വിദ്യാഭ്യാസ ജില്ലയാണ് പാലക്കാട്. ഏറ്റവും ചൂട് കൂടിയ ജില്ല പാലക്കാടാണ്. കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ലയാണ് പാലക്കാട്. ഏറ്റവും സാക്ഷരത കുറഞ്ഞ ഗ്രാമം പടവയലാണ്. പടവയൽ. കൂടുതൽ പട്ടികജാതിക്കാരുള്ള ജില്ലയാണ് പാലക്കാട്. ഏറ്റവും കൂടുതൽ കാർഷിക തൊഴിലാളികളുള്ള ജില്ല പാലക്കാടാണ്. കേരളത്തിലെ ആദ്യ ലേബർ ബാങ്കാണ് അകത്തേത്തറ, പാലക്കാട്. എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുള്ള ജില്ലയാണ് പാലക്കാട്. നിലക്കടലയും പരുത്തിയും ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ല പാലക്കാടാണ്. ആദ്യ കമ്പ്യൂട്ടർ വൽകൃത കളക്ടറേറ്റാണ് പാലക്കാട് കളക്ടറേറ്റ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ അണുവിമുക്ത ഐസ്ക്രീം ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. കേരളത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് പാലക്കാട് ചുരം. കേരളത്തിലെ ആദ്യത്തെ വിൻഡ് ഫാമാണ് കഞ്ചിക്കോട്. വ്യവസായ വൽകൃതമായ രണ്ടാമത്തെ ജില്ലയാണ് പാലക്കാട്. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം കഞ്ചിക്കോടാണ്. നിർദ്ദിഷ്ട കോച്ച് ഫാക്ടറി വരുന്ന സ്ഥലം കഞ്ചിക്കോടാണ്. മലബാറിലെ ആദ്യത്തെ ഗവൺമെൻറ് കോളേജാണ് വിക്ടോറിയ കോളേജ് 1866-ൽ. കേരളത്തിൽ കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യത്തെ താലൂക്കാണ് ഒറ്റപ്പാലം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിഫൻസ് പാർക്ക് സ്ഥാപിക്കുന്നത് ഒറ്റപ്പാലത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ നെല്ല് മ്യൂസിയം സ്ഥാപിക്കുന്നത് പട്ടാമ്പിയാണ്. കൊക്കക്കോള വിരുദ്ധ സമരം നടന്ന പഞ്ചായത്താണ് പെരുമാട്ടി പഞ്ചായത്ത്. ഇത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് കോട്ട പണി കഴിപ്പിച്ചത് ഹൈദരലിയാണ്. വർഷം 1766. കുഞ്ചൻ നമ്പ്യാർ ജനിച്ച സ്ഥലം ലക്കിടിയിലാണ്. പാലക്കാട് ലക്കിടിയിലെ കിള്ളിക്കുറിശ്ശിമംഗലം കലക്കത്ത് ഭവനം, അവിടെയാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത്. മലബാർ സിമൻ്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന സ്ഥലം വാളയാറാണ്. ചുണ്ണാമ്പുകല്ല് നിക്ഷേപം കാണപ്പെടുന്നത് വാളയാറാണ്. ഗ്രീൻ റിയാലിറ്റി ഷോയിലൂടെ മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുത്തത് എലപ്പുള്ളിയാണ്. മാംഗോ സിറ്റി ഓഫ് കേരള എന്നറിയപ്പെടുന്നത് മുതലമടയാണ്. ലോകനായക് ജയപ്രകാശ് നാരായൺ സ്മൃതിവനം മാൻപാർക്കിൻ്റെ ആസ്ഥാനം വാളയാറാണ്. കേരളത്തിലെ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം. അപ്പോൾ ആദ്യ കമ്പ്യൂട്ടർ വൽകൃത കളക്ടറേറ്റാണ് പാലക്കാട് കളക്ടറേറ്റ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ അണുവിമുക്ത ഐസ്ക്രീം ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. കേരളത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് പാലക്കാട് ചുരം. കേരളത്തിലെ ആദ്യ വിൻഡ് ഫാം കഞ്ചിക്കോടാണ്. വ്യവസായ വൽകൃതമായ രണ്ടാമത്തെ ജില്ലയാണ് പാലക്കാട്. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം കഞ്ചിക്കോടാണ്. നിർദ്ദിഷ്ട കോച്ച് ഫാക്ടറി വരുന്ന സ്ഥലവും കഞ്ചിക്കോടാണ്. മലബാറിലെ ആദ്യത്തെ ഗവൺമെൻറ് കോളേജാണ് വിക്ടോറിയ കോളേജ്. സ്ഥാപിച്ച വർഷം 1866. കേരളത്തിൽ കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യത്തെ താലൂക്കാണ് ഒറ്റപ്പാലം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിഫൻസ് പാർക്ക് സ്ഥാപിക്കുന്നത് ഒറ്റപ്പാലത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ നെല്ല് മ്യൂസിയം സ്ഥാപിക്കുന്നത് പട്ടാമ്പിയിലാണ്.
കൊക്കക്കോള വിരുദ്ധ സമരം നടന്ന പഞ്ചായത്താണ് പെരുമാട്ടി പഞ്ചായത്ത്, പാലക്കാട്. പാലക്കാട് കോട്ട പണി കഴിപ്പിച്ചത് ഹൈദരലിയാണ്. വർഷം 1766. കുഞ്ചൻ നമ്പ്യാർ ജനിച്ച സ്ഥലം പാലക്കാട് ജില്ലയിലെ ലക്കിടിയിലാണ്. ഇത് കിള്ളിക്കുറിശ്ശിമംഗലം കലക്കത്ത് ഭവനിലാണ്. മലബാർ സിമന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് വാളയാർ. ചുണ്ണാമ്പ് കല്ല് നിക്ഷേപം കാണപ്പെടുന്നത് വാളയാറാണ്. ഗ്രീൻ റിയാലിറ്റി ഷോയിലൂടെ മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുത്തത് എലപ്പുള്ളിയാണ്. മാംഗോ സിറ്റി ഓഫ് കേരള എന്നറിയപ്പെടുന്നത് മുതലമടയാണ്, പാലക്കാട് ജില്ലയിലാണ്. ലോകനായക് ജയപ്രകാശ് നാരായൺ സ്മൃതിവനം മാൻ പാർക്കിൻ്റെ ആസ്ഥാനം വാളയാറാണ്. കേരളത്തിലെ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം. ആദ്യത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്താണ്. വർഷം 1921. ഇതിന് നേതൃത്വം നൽകിയത് ടി പ്രകാശമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. മംഗലം ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഏത് പുഴയിലാണ്? ചെറുകുന്നപ്പുഴയിലാണ്. ചെറുകുന്നപ്പുഴ. സൈലന്റ് വാലി നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം 1984. സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. ഏറ്റവും വലിയ ജലസംഭരണിയാണ് മലമ്പുഴ അണക്കെട്ട്. വർഷം 1956. കേരളത്തിലെ ആദ്യ റോക്ക് ഗാർഡനാണ് മലമ്പുഴ. അതിൻ്റെ ശില്പിയാണ് നേക് ചന്ദ്. കോയമ്പത്തൂർ നഗരത്തിലേക്ക് ശുദ്ധജലം എത്തിക്കാനായി പണി കഴിപ്പിച്ച കേരളത്തിലെ അണക്കെട്ടാണ് ശിരുവാണി അണക്കെട്ട്. കറുത്ത മണ്ണ് കാണപ്പെടുന്ന കേരളത്തിലെ ഏക പ്രദേശമാണ് ചിറ്റൂർ. കൊക്കക്കോള സമരനായികയുടെ പേരാണ് മൈലമ്മ. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം. മീൻവല്ലം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് തൂതപ്പുഴയിലാണ്. പന്തിരുകുലത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് തൃത്താലയാണ്. കേരളത്തിലെ ഏക മയിൽ വളർത്തൽ കേന്ദ്രമാണ് ചൂലന്നൂർ. പാവപ്പെട്ടവൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ്. ഓറഞ്ച് തോട്ടങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നതും നെല്ലിയാമ്പതിയാണ്. തുകൽ വാദ്യോപകരണങ്ങളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ പാലക്കാട് ജില്ലയിലെ സ്ഥലമാണ് പെരുവെമ്പ്. കണിയാർകളി എന്ന കലാരൂപം പ്രചാരത്തിലുള്ള ജില്ല പാലക്കാടാണ്. വരിക്കാശ്ശേരി മന, കവളപ്പാറ കൊട്ടാരം, തിരുവേഗപ്പുര, മാമ്പാറ, ചിനക്കത്തൂർ, അഞ്ചുമൂർത്തി ക്ഷേത്രം, സീതാർകുണ്ട് ജലപാതം എന്നിവ പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ ആദ്യത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്താണ്. വർഷം 1921. നേതൃത്വം നൽകിയത് ടി പ്രകാശം. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് ജില്ലയിലാണ്. മംഗലം ഡാം നിർമ്മിച്ചിരിക്കുന്നത് ചെറുകുന്നപ്പുഴയിലാണ്. സൈലന്റ് വാലിയെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത് 1984. സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. ഏറ്റവും വലിയ ജലസംഭരണിയാണ് മലമ്പുഴ അണക്കെട്ട്. സ്ഥാപിച്ചത് 1956. കേരളത്തിലെ ആദ്യ റോക്ക് ഗാർഡനാണ് മലമ്പുഴ. അതിൻ്റെ ശില്പിയാണ് നേക് ചന്ദ്. കോയമ്പത്തൂർ നഗരത്തിലേക്ക് ശുദ്ധജലം എത്തിക്കാനായി പണി കഴിപ്പിച്ച കേരളത്തിലെ അണക്കെട്ടാണ് ശിരുവാണി. കറുത്ത മണ്ണ് കാണപ്പെടുന്ന കേരളത്തിലെ ഏക പ്രദേശം ചിറ്റൂരാണ്. കൊക്കക്കോള സമരനായികയുടെ പേരാണ് മൈലമ്മ. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം. മീൻവല്ലം സ്ഥിതി ചെയ്യുന്നത് തൂതപ്പുഴയിലാണ്. പന്തിരുകുലത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് തൃത്താലയാണ്. കേരളത്തിലെ ഏക മയിൽ വളർത്തൽ കേന്ദ്രമാണ് ചൂലന്നൂർ. പാവപ്പെട്ടവൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ്. ഓറഞ്ച് തോട്ടങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നതും നെല്ലിയാമ്പതിയാണ്. തുകൽ വാദ്യോപകരണങ്ങളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ പാലക്കാട് ജില്ലയിലെ സ്ഥലമാണ് പെരുവെമ്പ്. കണിയാർകളി എന്ന കലാരൂപം പ്രചാരത്തിലുള്ള ജില്ലയാണ് പാലക്കാട്. വരിക്കാശ്ശേരി മന, കവളപ്പാറ കൊട്ടാരം, തിരുവേഗപ്പുര, മാമ്പാറ, ചിനക്കത്തൂർ, അഞ്ചുമൂർത്തി ക്ഷേത്രം, സീതാർകുണ്ട് ജലപാതം എന്നിവ പാലക്കാട് ജില്ലയിലാണ്. താങ്ക് യു.